സക്സസ്. അങ്ങനെ സന്ധ്യ ചെറിയാൻ വീട്ടുതടങ്കലിൽ നിന്ന് പുറത്തിറങ്ങി. ഉണ്ണി പറഞ്ഞതൊക്കെ ഡാഡി അപ്പാടെ വിശ്വസിച്ചിരിക്കുക. ഏതായാലും ഉണ്ണിയുടെ അഭിനയം കലക്കി. ഈ ചായമാര് പറയുന്നതേ അവരെ പേടിച്ചിട്ട് സാബു ദുബായി പോകാൻ പോകുന്നെന്നാ. പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വെച്ച് രണ്ടുപേരും കൂടി എല്ലായിടത്തൊന്നും ചുറ്റിക്കറങ്ങാന്ന് വിചാരിക്കണ്ട. ഇനി പിടിച്ചാലേ കാഞ്ഞിരപ്പള്ളിക്കാരൻ കാനഡയിലേക്ക് കൊണ്ടുപോകും. സന്ധ്യയുടെ മേലെയുണ്ട്. ആന്റി ഞങ്ങളും മോർണിംഗ് ഫ്ലൈറ്റിനാണല്ലോ എത്തിയത്. ഇവിടെ വിളിച്ചിരുന്നു പറഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നില്ല. അതെ അതെ, മോർണിംഗ് ഫ്ലൈറ്റിനാണ് വന്നത്. ഇന്നലെ രാത്രി 10 മണിയായി കാണും. സന്ധ്യ എന്റെ മുറിയിലുണ്ട്. ഇവിടെ നിന്ന് സംസാരിച്ച കുഴപ്പം. സാബ് മുറിയിലേക്ക് വന്നോളൂ. ഓക്കെ, താങ്ക് യു. അയ്യോ, എന്റെ കൂടെയല്ല, ഞാൻ ആദ്യം പോവാം. ആരും കാണാതെ വന്നാ മതി. റൂം നമ്പർ 4. അല്ല, ഒന്ന് തള്ളി മാറ്റടി. ആരാ? ആമിനെയാണോ? അല്ല, ഓമന. അയ്യേ, എന്തൊരു വേഷം. ഇതിന്റെ അകത്തൊന്ന് എത്തിപ്പെടാൻ മാത്രമേ അറിയാവൂ. എന്റെ ഈശ്വര, രണ്ടാൾക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് സംസാരിച്ചിട്ട് പോകാൻ നോക്ക്. 5 മിനിറ്റ് സമയം തരാം. ഒരു 10 മിനിറ്റ്, അല്ല ഒരു 8, 7, 6 വേണ്ട, 5 മിനിറ്റ് തന്നെ മതി. ശരി, എന്നാ ഞാൻ പോട്ടെ. ലത ഇവിടെ നിന്നോളൂ. അയ്യടാ, അത് വേണ്ട, ഞാൻ സെക്യൂരിറ്റി ആയിട്ട് പുറത്ത് നിന്നോളാം. അതെ, പോലെ ഇതോടെ കൊണ്ടുപോയിക്കോളൂ. എന്താ സന്ധ്യ ഇത്? ഈ കണ്ണീര് കാണാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? സാബു എല്ലാം തമാശയായിട്ട് എടുത്തിരിക്കുന്നത്. തമാശയോ? സന്ധ്യ എന്താ അങ്ങനെ പറഞ്ഞത്? സാബു കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം. സാബു വിളിച്ച എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാ. എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സന്ധ്യയ്ക്ക് അറിയാമല്ലോ. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. എല്ലാവരുടെ ആശീർവാദത്തോടു കൂടി നമ്മൾ വിവാഹിതരാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ചായിരിക്കും നമ്മുടെ കല്യാണം. അയ്യോ, ആരോ വരുന്നുണ്ട്. ഈ ഉപ്പുമാവ് അടക്കളത്തിൽ എനിക്ക് മടുത്തൂലേ. നാളെ മുതൽ ഇഡലിയും ദോശയും വേണമെന്ന് നമുക്ക് വാർഡിനോട് പറയാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് മാറാം. ഇവിടെ വിസിറ്റേഷൻ വരാൻ കൂടി സൗകര്യമില്ല. എക്സ്ക്യൂസ് മീ. അയ്യോ, മിമിക്രി നമ്പറൊന്നും വേണ്ട. വേറെ ആരും വരില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, ഈ കാൽപെരുമാറ്റം കേട്ടപ്പോ ഞാൻ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചൊരു മിമിക്രി നമ്പർ ഇട്ട് നോക്കിയത്. നടക്കട്ടെ നടക്കട്ടെ. കേട്ടില്ലല്ലേ? അടുത്തിരുന്നു. ലത നമുക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? അയ്യോ അമ്മ, അയ്യോ അമ്മ വരുന്നു. വരാൻ പറയൂ. എന്റെ അമ്മേ. സാബിന്റെ അമ്മയല്ലേ? എന്റെ അമ്മ. ആരുടെ അമ്മയെന്താണ്? ഞാനിപ്പോ ബാത്റൂമിൽ വിളിക്കാം. ബാത്റൂം ഇല്ല. അമ്മ പുറത്തോട്ട് പോവാം. എന്ത് ചെയ്യും? ഞാൻ എവിടെ കെട്ടി തൂങ്ങുന്നു? ശരി, ഇവിടെ കിടക്കാം. ഇവിടെ കിടന്ന് അമ്മ കാണൂലേ? അയ്യോ, താഴത്ത് വിളിക്കാം. അയ്യോ അമ്മേ, സന്ധ്യ ഉണ്ടായിരുന്നു ഇവിടെ. എപ്പോ വന്നു? അത് ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ മോളെ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഞാൻ ഇന്ന് അമ്മയുടെ കാര്യം ഓർമ്മിച്ചതേ ഉള്ളൂ. ഞാൻ സന്ധ്യയോടും പറഞ്ഞു. അല്ലേ സന്ധ്യ? അതെ. എന്തൊരു ചൂടാ. കോഴിക്കോടേക്കാളെ എറണാകുളത്ത് ചൂട് കൂടുതലാ അല്ലേ മോളെ? അതെ അതെ. അമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ
പെട്ടെന്ന് ഞാൻ ഓഫീസ് ആവശ്യത്തിന് ഇവിടെ വരെ വന്നതാ. അപ്പോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. നന്നായി. അമ്മ മദറിനെ കണ്ടോ? ഇല്ല മോളെ, കുറച്ച് കഴിയട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കേ. അയ്യോ, മദർ ഇപ്പൊ വെളിയിൽ പോവും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അമ്മയെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് മദർ എപ്പോഴും പറയും. വാ അമ്മേ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ ചോദിച്ചു അമ്മ എപ്പോഴാ വരുന്നേന്ന്. വാ അമ്മേ. ഓ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. നീ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ഇപ്പൊ വരാം. ഏതായാലും പോയില്ലേ? ഒന്നും പറയണ്ട, പോകാൻ. എനിക്കറിയാൻ തുറക്കും. ഇവിടെ വരെ എത്തിയുള്ളൂ. എല്ലാവരും ഒന്ന് വേഗം റെഡിയാവാൻ നോക്ക്. ഇങ്ങനെ പോയി 5 കളി പോയിട്ട് ഒരു കളി കളിക്കാൻ നോക്കില്ല. എന്റെ ചേട്ടാ, തുടക്കം തന്നെ 5 കളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നീ തന്നെയല്ലേ എന്റെ അടുത്ത് 5 കളി കളിച്ചോളാം എന്ന് പറഞ്ഞത്? പറഞ്ഞതൊക്കെ ശരിയാ. എന്റെ പൊന്നു മക്കളൊന്ന് റെഡിയാവാൻ നോക്ക്. ഞാൻ പോയി അനൗൺസ് ചെയ്യും. അയ്യോ ചേട്ടാ, ഈ അനൗൺസ്മെന്റ് ഒക്കെ ഞങ്ങൾ ആരെങ്കിലും ചെയ്താ പോരെ? അതെന്താ ഞാൻ പറഞ്ഞ കേക്കിൽ? അല്ല, അത് ചേട്ടാ, നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് നല്ല ശബ്ദത്തിൽ പറഞ്ഞാലേ ഈ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റൂ. എടോ, ഞാൻ ഈ സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്റർ മാനേജറാണ്. അനൗൺസ്മെന്റ് എന്നെ ആരും പഠിപ്പിക്കണ്ട. 5 കൊല്ലം ഞാനായിരുന്നു അനൗൺസ്മെന്റ്. ആ, അതിന് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങൾക്ക് വേണ്ടി. അതെന്ത് സാധനം ചേട്ടാ? ലോട്ടറി ടിക്കറ്റ്. എന്നാ ചേട്ടൻ തന്നെ അനൗൺസ് ചെയ്യും. ഫസ്റ്റ് അയാളെ ഒരു അലമ്പന. ആ ഡ്രസ് ഉണ്ടല്ലേ, ഇന്നലെ വരെ കീറി മുണ്ട് ജുബ്ബ ഇട്ടോ നടന്നതാ. അയാളുടെ വളരെ നിൽക്കുന്ന ട്രൗസർ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് ചുമ്മാതിരിക്കേ. എങ്ങനെയെങ്കിലും കുറച്ച് പരിപാടി പിടിക്കാൻ നോക്ക്. എന്നിട്ട് വെച്ചു കൊടുക്കാൻ വേല എന്തെങ്കിലൊക്കെ ചെയ്യും. പ്രിയപ്പെട്ട നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മരുമക്കളെ, ഇന്നാണ് നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സുദിനം ഇന്നാണ്. ലോട്ടറിയുടെ അനൗൺസ്മെന്റ് കേട്ടാ കൊച്ചിയുടെ എന്തെങ്കിലും ആവട്ടെ. ഇങ്ങനെ പോയാ ഒരു ദിവസം 5 കളി വെച്ച് കളിച്ചു തന്നെ. യുവദർശനയുടെ പരിപാടി ആസ്വദിക്കാൻ പുറത്തു നിൽക്കുന്ന മഹാന്മാരും മഹതിമാരും അശേഷം മടിക്കാതെ അകത്തേക്ക് വരിക. വേണ്ട, പ്രോഗ്രാം തുടങ്ങിയെന്നാ തോന്നുന്നത്. നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല ഓഡിയൻസ് ഉള്ള ലക്ഷണമാണ് കാണുന്നത്. ചിലപ്പോ പ്രോഗ്രാം കഴിഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ കൂലി കേൾക്കണ്ടേ? സംഗീത കച്ചേരി കേൾക്കാത്തവർ നമുക്കിടയിൽ ചുരുക്കമായിരിക്കും. വാദ്യോപകരണങ്ങളില്ലാതെ വാദ്യോപകരണങ്ങളുടെ ശബ്ദം നൽകി ഒരു സംഗീത കച്ചേരി ഞങ്ങളിവിടെ അവതരിപ്പിക്കാം. വാദാപി ഗണപതിം ഭജേ ഹം, വാദാപി ഗണപതിം ഭജേ ഹം, വാദാപി ഗണപതിം ഭജേ ഹം, വാരണ പരം സേ പദേ ഭജേ കലാദർശനം പൊളിക്കുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. അനുഭവിക്കട്ടെ. അവന്റെ ഒരു യുവദർശന. നമുക്ക് അത് ശരിയല്ല. ജിമ്മി വരട്ടെ, അവനൊന്ന് കണ്ടിട്ട് പോവാം. ഒറ്റ പൈസ ഇല്ല. ഞങ്ങൾക്ക് എത്ര രൂപ നഷ്ടമുണ്ടോ? എത്ര കസേരയാ ഓടിച്ചത്? അതിന്റെ വില ആര് തരും? അതെ, നിങ്ങളുടെ നാടിന്റെ സംസ്കാരം അവര് കാണിച്ചത്. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. അവരെ അടക്കി നിർത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാ. ഈ കുറുക്കന്റെ മക്കൾക്ക് ടിക്കറ്റും കൊടുത്ത് അകത്ത് കയറ്റി കൂവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. തർക്കിച്ചു നിൽക്കാനൊന്നും സമയമില്ല. നിങ്ങൾ ആ കാശ് കൊണ്ട് കൊടുത്തേ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പകുതി എമൗണ്ട് വേണമെങ്കിൽ തരാം. സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. അത് പറ്റില്ല. കന്നി കളിക്ക് മുഴുവൻ കാശും കിട്ടിയില്ലെങ്കിൽ ചെല്ലുന്ന സ്ഥലത്ത് എല്ലാം ഇതായിരിക്കും അനുഭവം. എന്തിനാടാ ജിമ്മി, നമ്മുടെ പേരും കൂടെ നീ കളയല്ല. നീ
അവരുടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് പോകാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞങ്ങൾ അവരുടെ പരിപാടി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയതാണച്ചോ. എന്തിനാ? പ്രോഗ്രാം ബുക്ക് ചെയ്യാനോ? നിങ്ങൾ അവിടെ പോയതാ എല്ലാ കുഴപ്പത്തിനും കാരണം. നാട്ടുകാരാണ് കൂവിയെങ്കിലും പേര് വന്ന് നിങ്ങൾക്കല്ലേ. ഇനിയിപ്പോ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് അവന്മാര് വന്ന് കൂവും. ദൈവം സഹായിച്ച് നമ്മുടെ പ്രോഗ്രാമിന് കൂവാൻ അവന്മാരുടെ സഹായം ആവശ്യമില്ല. വേറെ എത്രയോ പേരുണ്ട്. നിന്നെ ഞാൻ കൈയടിക്കാൻ. ഓ എന്റെ ദൈവമേ. കലാദർശനയോട് സാമ്യമുള്ള യുവദർശന എന്ന പേര് അവന്മാരിട്ടത് മനഃപൂർവ്വം അല്ലേ? യുവദർശന എന്നുള്ള പേരിട്ടത് കൊണ്ട് അവർക്ക് കൂടുതൽ ബുക്കിംഗ് കിട്ടുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് വിളിച്ചത് നമുക്ക് കിട്ടും. അതിടക്കിടക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ ആരും വഴക്കിനും വയ്യാവലിക്കും ഒന്നും പോണ്ട. എല്ലാവരും ഒന്ന് പോ 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 ഒന്ന് പോടാ. എന്റെ ദൈവമേ. അച്ചോ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നീ ഒരു കാര്യം ചെയ്യ്. ഒരു ഗ്ലാസ്സില് കുറച്ച് വിഷം കലക്കി കൊണ്ടുപോവാ. ഞാൻ കുടിക്കാം. പോടാ. ബഹളം ഉണ്ടാക്കും. അവന്മാർ എവിടെ പ്രോഗ്രാം വെച്ചാലും ചെന്ന് കിടക്കണം. കലക്ക് ഞങ്ങൾ, കലക്ക് ഞങ്ങൾ, കലാദർശനെ കലക്ക് ഞങ്ങൾ. അവന്റെ ഒരു കലക്ക്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കി നടന്നാലേ കലങ്ങി പോകുന്ന എന്റെ കാശ. ദിവസത്തിൽ 5 കളി എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കൊല്ലത്തിൽ 5 കളിക്കാൻ ഒക്കോ? നിന്റെ ആ പാട്ട് കച്ചേരിയാ എല്ലാം കലക്കിയത്. ഓഹോ, ഞാൻ പാടിയോണ്ട് ഇപ്പൊ കുഴപ്പമുണ്ടായത്. ആ മൃദംഗം വേറൊരു വഴിക്ക്, ഘടം മറ്റൊരു വഴിക്ക്. ഉറക്കം തൂങ്ങി വീണോണ്ടാ കുഴപ്പമില്ല ഉണ്ടായത്. ഇനിയിപ്പോ ഇവിടെ കിടന്ന് അതും ഇതും പറഞ്ഞ് ബേളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? പ്രോഗ്രാം മോശമായതുകൊണ്ടാ ആളുകൾ കൂവിയത്. കൂട്ടത്തിൽ ചിലപ്പോ അവന്മാരും കൂവി കാണും. അങ്ങനെ അവന്മാര് കൂവണ്ട. അവന്മാരെ കൊണ്ട് കൂവിച്ചത് ആ തറക്കണ്ടവാ. ആ തറക്കണ്ടം മനസ്സിലാക്കട്ടെ. ഞാൻ അവനേക്കാ വലിയ തറയാന്ന്. ചേട്ടാ, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. തന്നോട് ആര് പറഞ്ഞോ വെയിറ്റ് ചെയ്യാൻ? ഞാൻ മടങ്ങി വരുന്നവരെ താനിവിടെ കാത്തു നിന്നാ മതി. എവിടെ പോകുന്നു? പ്രാർത്ഥിക്കാനാണോ അല്ല കുമ്പസാരിക്കാനാ? എനിക്കിപ്പോ അറിയണം തറ എവിടെയാ. തറതേ ഇവിടെയാ, ഇരുന്നോളൂ. അതല്ലടോ തറക്കണ്ടം ആരാന്ന്. ആ ഈ നിലയ്ക്ക് തറക്കേണ്ടത് നിങ്ങളെയാ. നിങ്ങൾ ആരാന്ന് കേട്ട് കാണും. പച്ചാളം പാപ്പച്ചൻ. ആ പച്ചാളത്ത് കേട്ടുള്ളൂ, പക്ഷെ പാപ്പച്ചൻ എന്ന് കേട്ടിട്ടില്ല. എന്നാ ഞാൻ കേൾപ്പിക്കും. ഉവ്വ്. നമ്മളാരാ? ഞാൻ മമ്മൂട്ടി. മമ്മൂട്ടി. കർത്താവേ, മനസ്സിലായില്ല കേട്ടോ മോനെ. ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജീവനോടുകൂടി ഇപ്പൊ ആദ്യമായിട്ട് കാണുക. അതേ ഛായ ആണല്ലേ? തറക്കണ്ടോ എവിടെയോ? തറക്കണ ഫാദർ അവിടെ ഇരിപ്പുണ്ട്. പയ്യപ്പോ ട്രൗസർ ഊരി പോകും. അയ്യോ, മമ്മൂട്ടി മിണ്ടല്ലേ. ദേ അച്ഛന്റെ ഞരമ്പ് രോഗം പരിശോധിക്കാൻ വന്ന സായിപ്പ് ഡോക്ടർ ആയിരിക്കും. ആ അതാ ഒരുമാതിരി തറയായിട്ട് സംസാരിച്ചോണ്ട് പോയത്. താണ്ടമ്മ ചേച്ചിയെ പോലെ. പോക്കിരിത്തരം കാണിക്കുന്നതിൽ അതിരൊക്കെ ഉണ്ട്. പള്ളിയിൽ കുർബാനയും കുമ്പസാരമായിട്ട് കുത്തിയിരിക്കേണ്ട അച്ഛന്മാര് പാട്ടും കൂത്തും മിമിക്രി ആയിട്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യരെ കഷ്ടപ്പെടുത്താൻ. അതൊക്കെ നടത്താനേ കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽപ്പെട്ട ഞങ്ങളെ പോലുള്ളവരുണ്ട് ഇവിടെ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? കലാകാരൻ ഇവിടെ ഇരിക്കും. എന്നെ അങ്ങനെ ഇരുത്തിയിട്ട് യുവദർശനെ ഒതുക്കാമെന്ന് കരുതണ്ട. മമ്മൂട്ടി, ഇവിടെ ആരും ഇല്ലേ? തല്ലിക്കാനായിരിക്കും. എങ്കിൽ മമ്മൂട്ടി വേണ്ട, ഭീമന്റെ ഹൂനെ വിളിക്കാവും വരട്ടെ. പോവാനോ? അങ്ങനെ പോകാമെന്നവനല്ല ഞാൻ. താൻ വിളിക്കുന്നിടത്ത് വരെ ഞാനാരാ? തന്റെ കുശലിക്കാരനാണോ? ഓ എന്റെ ദൈവമേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ ഈ അലവലാതി പിള്ളേരെ വിട്ട് യുവദർശനയുടെ പരിപാടി കലക്കാനാണ് ഭാവമെങ്കിൽ വാടകയ്ക്ക് ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളുടെ പരിപാടി ഞാനും കലക്കും. ഇങ്ങനെ ഇനിയുണ്ട് വേറെ. അപ്പൊ നിങ്ങളാണ് യുവദർശനയുടെ ആള്? അതെ, ഞാനാണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ കം മാനേജർ പച്ചാളം പാപ്പച്ചൻ. നിങ്ങൾ എന്തുദ്ദേശത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്? എന്നെ തല്ലാനാണോ? വേണ്ടി വന്നാൽ അതിന് ഞാൻ മടിക്കില്ല. താൻ ആരടോ? തറ. വേറൊരു തറയായതുകൊണ്ടല്ലേ താൻ ഈ തറപ്പണികളൊക്കെ ചെയ്തത്. പച്ചാളം പാപ്പച്ചന്റെ പച്ചയായ രൂപം താൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. താൻ എന്താ വിചാരിച്ചേ? ഒരു പരിധി വരെ എനിക്ക് അച്ഛനായിട്ടിരിക്കാൻ പറ്റൂ. താൻ തറയാണെങ്കിലേ ഞാൻ അടിത്തറയാ.
കുറെ നേരം ഇല്ല തുടങ്ങിയിട്ട് ഒരു വള്ളിയിലേക്ക് ഇട്ടിട്ടുണ്ട് വലിയ അളവ് നിന്നെ ശരി എന്താ എന്ത് പറ്റി അച്ചോ? മമ്മൂട്ടി അച്ചോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ ആരോടെങ്കിലും പറയോ? പറയൂ അച്ചോ. ഓ ഇത് ഏത് കാലിന ഭർത്താവ്? എവിടെയാ അവന്മാര്? ആരാ? പറ, എവിടെയാ അവന്മാര്? പറ. എനിക്കറിയില്ലേ. നിനക്ക് അറിയില്ലല്ലേ? നിന്നെ കൂടെ പറയിക്കാൻ എന്റെ ഈശോ, എന്റെ ഈശോ, എന്റെ ഈശോയേ, എന്റെ നാടോടിഞ്ഞേ, എന്റെ അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോ, എന്റെ നാടോടിഞ്ഞേ. അയ്യോ, എവിടെ ഈ മിമിക്രിക്കാരൻ? നിനക്ക് അറിയില്ലല്ലേ? എന്താണ് എന്താ ഉണ്ടായത്? ഒന്ന് പറയോ എന്താ എന്താണ് എന്താ നിങ്ങൾ ആരാണ്? കാസർഗോഡ് കാദർബായിയുടെ മകൻ കാസിം ബായ്. എന്റെ കർത്താവേ, ഞാനിതാ പോണേ. അച്ഛനെ അങ്ങനെ അങ്ങ് പോവാൻ സമ്മതിക്കില്ല അച്ഛോ. എന്താ അച്ഛോ അവന്റെ ഒരു ആരോഗ്യം? ആന കരിമ്പുന്തോട്ടത്തിൽ കേറിയ പോലെ എല്ലാം ഇടിച്ചങ്ങ് തകർത്തില്ലേ? ആന കരിമ്പിൻതോട്ടത്തിൽ കയറി തകർക്കണത് താണ്ടമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വെച്ച് വിളമ്പണ്ട. ഞാനില്ലായിരുന്നെങ്കിൽ ഈ സൂസി ടീച്ചർ ശവമായിരുന്നേനെ. മോനെ, എന്നെ ഒന്ന് പിടിച്ചേ. നീ ഒറ്റ ഒരുത്തനാ ഇത് മുഴുവൻ വരച്ചു വെച്ചത്. അന്ന് ആ റോഡിൽ കിടന്നിരുന്ന പാവ എടുത്തോണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? എടുത്തതല്ലോ, കിട്ടിയതല്ലേ. മിണ്ടരുത് നീ. ബോംബെയിലെ അധോലോക രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാൻ ഒരു മടിയില്ലാത്തവരാണച്ചോ. ഏതോ ഒരുത്തൻ ബോംബെ നിന്ന് വന്നു എന്നും പറഞ്ഞ് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ഒരുത്തനോ? ഓ, അവനെ ഒന്ന് കാണേണ്ടത് തന്നെയാ. 6 ഇഞ്ച് 8 അടി പൊക്കം, ഒത്ത ഹൈറ്റും. അവന്റെ കൈ കൊണ്ട് ഒരു ഇടി കൊണ്ടിട്ട് ഞാൻ ചളുങ്ങിപ്പോയി. പോലീസിൽ അറിയിക്കാച്ചോ? അറിയിച്ചാലും പ്രശ്നമാണച്ചോ. പിന്നെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആരും വരില്ല. പ്രോഗ്രാം അറിയിക്കണ്ട. നിനക്കൊക്കെ അത് പറയാം. ഏതായാലും നാളെ മുതൽ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. അതെന്താ? നാളെ നീ ആത്മഹത്യ ചെയ്യാൻ പോവാ? അതൊന്നും തീരുമാനമായിട്ടില്ല. ഏതായാലും നാളത്തെ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. നാളെ എനിക്ക് പനിയായിരിക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിസാമേ. കാസിംബായുടെ എഴുതിയുള്ളുമ്പോ എല്ലാം ശരിയായിക്കോളും. എന്റെ കർത്താവ്, എങ്ങനെയുണ്ട് ഒരു ജന്മം?
നീ എപ്പോ വന്നു? ഞാൻ വരുന്ന വഴിയാ. നിന്നോട് വരണ്ടെന്ന് പറയാൻ നമ്മൾ ഷൗക്കത്തേലോട് പറഞ്ഞിരുന്നല്ലോ. ഓനെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ബാപ്പയെ ജയിലിലാക്കിയവർ പുറത്ത് തമാശയും കാണിച്ച് സൂക്ഷിച്ചു നടക്കുന്നത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ ബാപ്പ പറയുന്നത്? ഏതായാലും നമ്മൾ ഇതിനകത്തായി. 5 കൊല്ലമെന്ന് പറയുന്നത് നാളെ പോയി മറ്റന്നാൾ കഴിയും. ഞമ്മക്കിവിടെ പരമാനന്ദ സുഖവാ. ഗോതമ്പിന്റെ ഉണ്ട സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഷുഗർ ഒട്ടുമില്ല. ഇറച്ചിയും മുട്ടയും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളും ഇല്ല. അല്ലറ ഇല്ലറ പണിയെടുക്കുന്നതുകൊണ്ട് പ്രഷറും ഇല്ല. കിടക്കുമേ കിടക്കാത്തതുകൊണ്ട് നടുവേദനയില്ല. പിന്നെ ആൾ കൂടെ ഉള്ളത് കൊതുകിന്റെ ശല്യമാണ്. അതിനിപ്പോ ഒരു സാധനം ഉണ്ടല്ലോ. എന്താണ് അതിന്റെ പേര്? ഓ, ഞമ്മന്റെ നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു. ഈ വലിയ വലിയ ആൾക്കാർ കിടക്കാൻ നേരത്ത് പറയുന്ന ഒരു ഭാഷയുണ്ടല്ലോ. എന്താണ് സാറന്മാരെ അത്? ഗുഡ് നൈറ്റ്. ആ സാധനം തന്നെ. അതുള്ളതുകൊണ്ട് കൊതുക് കടിയില്ല. അതുകൊണ്ട് നീ നമ്മുടെ കാര്യം വിട്. നാളെ തന്നെ നീ ബോംബെക്ക് പോക്കൂ. അപ്പോ പിന്തിരിപ്പിക്കാൻ തന്നെയാണ് ബാപ്പയുടെ ശ്രമം? ഇല്ല ബാപ്പ. കാസർഗോഡ് കാദർബായിയുടെ മകൻ കാസിം ഒരു തീരുമാനമെടുത്താൽ അത് നടത്താതിരിക്കില്ലെന്ന് ബാപ്പയ്ക്ക് അറിയാമല്ലോ. ആ മിമിക്രിക്കാരെ കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. ഇങ്ങനെയുള്ള ബിസിനസ് വേണ്ടാന്ന് ഞാൻ എത്ര കാലായി ബാപ്പയോട് പറയണ. നീ ബോംബെ ചെന്ന് ചരക്കയക്കാൻ തുടങ്ങിയതാ വീണ്ടും ഈ കുഴപ്പത്തിന് കാരണം. ഉമ്മ വിചാരിക്കുന്നത് പോലെ അത്ര മോശം ബിസിനസ് ഒന്നും അല്ല ഇത്. വെറും കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്ന ബാപ്പ ഈ നാട്ടുകാർ ബഹുമാനിക്കുന്ന കാസർഗോഡ് കാദർബായി ആയത് ഈ ബിസിനസ് കൊണ്ടാണ്. വെറും കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉമ്മയെ അമേരിക്ക കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റുമായിരുന്നു. പണം ഉണ്ടായിട്ട് എന്താ കാര്യം? സുഖമില്ലാത്ത ബാപ്പ ജയിലിൽ കിടക്കണ കാര്യം നീ ഒന്ന് ഓർത്തു നോക്കിയേ. ഇനി കൂടുതലൊന്നും ബാപ്പ ജയിലിൽ കിടക്കേണ്ടി വരില്ലുമ്മ. ഏതായാലും നമ്മുടെ എല്ലാം ഫോട്ടോ കാസിംബായുടെ കയ്യിലുള്ള സ്ഥിതിക്ക് അയക്ക് നമ്മളെ പിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് തീരുമാനിച്ചു. മലപ്പുറത്ത് നമ്മുടെ വീട്ടിൽ പോകല്ലേ? അല്ല, എന്റെ തലയെ മുട്ടയടിച്ച് മീശാൻ പഠിക്കും. അപ്പൊ പിന്നെ എന്നാരും തിരിച്ചറിയൂലല്ലോ. ഞങ്ങളും ഒന്ന് തീരുമാനിച്ചു. പൊട്ടടിക്കാനാ? അല്ല, നിന്നെ പിടിച്ചുകൊണ്ടായ കാസിംബായുടെ കൈ കൊടുത്തുള്ള വിവരവും പറഞ്ഞ് ഞങ്ങളുടെ തടി തപ്പാൻ. നിങ്ങളിങ്ങനെ തമാശയും പറഞ്ഞോണ്ടിരിക്കാതെ അയാളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ല മാർഗം ഉണ്ടെന്ന് ആലോചിക്കേ. ഒരു വഴിയുണ്ട്. വല്ല മന്ത്രവാദിനും വീട്ടിൽ പോകാനായിരിക്കും. ആക്കല്ലേ ഒരിക്കലും അബദ്ധം പറ്റി പറഞ്ഞാൽ മതി, അബദ്ധമായിരിക്കും. മതിയാക്ക്. ഞാനൊരു വഴി പറയാം. കൊണ്ടോട്ടിയിൽ എന്റെ കൊച്ചാപ്പന്റെ ഒരു അസ്മാദിയുണ്ട്. ഇലക്ട്രിക് ഹംസ. ഭയങ്കര ദാതയാണ്. 7 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. എടാ ലാ പഠിക്കാതെ പോടാ. പടച്ചോനാണ് നേര്. സത്യം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നുണ പറയുന്നു തോന്നണ്ട. നമ്മൾ വിളിച്ച അയാൾ വരുമോ? ആ കാര്യം ഞാൻ ഏറ്റു. എന്നാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കാസിംബായി ഒറ്റയ്ക്ക് എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ്.